ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സദ്യ സ്പെഷ്യൽ ഓലനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണിത്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങയും വൻപയറും ചേർത്തിട്ടുള്ള ഓലനാണ്. ചിലർ ഇതിലേക്ക് മത്തങ്ങ ചേർക്കാറുണ്ട്. ഞാനിപ്പം മത്തങ്ങ ചേർത്തല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം കുമ്പളങ്ങ കുരുവും തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ വേണം ഇത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അങ്ങനെ കുമ്പളങ്ങ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാം. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുമ്പളങ്ങ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് അതിൻ്റെ നമ്പർ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓൾറെഡി നല്ലതായിട്ട് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് 1/4 കപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 50% ആദ്യം വെന്താൽ മതിയാകും. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് വേവിക്കാം. ഇപ്പം ഇത് ഏകദേശം 50% വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 കപ്പ് തേങ്ങാപ്പാലാണ്. അതിൻ്റെ സെക്കൻഡ് പാലാണ് ചേർക്കാൻ പോകുന്നത്. ഒരു മുഴുവൻ തേങ്ങ പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സെക്കൻഡ് പാലിൽ ആണ് ഇത് കിടന്ന് ബാക്കിയും കൂടെ വേകേണ്ടത്. അതേസമയം നമുക്കിതിലേക്ക് വേവിച്ചു വെച്ചിട്ടുള്ള പയർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 80% വെന്ത പയറാണ്. ഉപ്പിട്ട് വേവിച്ച പയറാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ മൂടി തുറന്നു വെച്ചാണ് ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നത്. നന്നായിട്ട് ഇത് കുറുകി കിട്ടണം. അതുവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് 1 കപ്പ് വൻപയറാണ്. നന്നായിട്ട് കുതിർത്തതിന് ശേഷം വേവിച്ചെടുത്തതാണ്. കുക്കറിലാണ് വേവിച്ചെടുത്തത്. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. തേങ്ങാപ്പാൽ കിടന്ന കുമ്പളങ്ങയും വൻപയറും കൂടെ കുറച്ചുകൂടി വേകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇതിന് കിട്ടും. സത്യം പറഞ്ഞാൽ തേങ്ങാപ്പാൽ നമ്മൾ പിഴിഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഈ ഓലൻ എന്ന് പറയുന്നത്. നമ്മൾ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കിയാൽ വീണ്ടും ഉണ്ടാക്കാനായിട്ടൊക്കെ തോന്നും. അങ്ങനെ നമ്മുടെ കറി ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാല്, ഫസ്റ്റ് പാല്, അതായത് തലപ്പാല് ചേർത്ത് കൊടുക്കാം. അതൊരു 1/4 കപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ സമയം നമ്മൾ ഫ്ലെയിം ഏറ്റവും ലോയിൽ ഇട്ടിരിക്കണം. 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായി കാണുമ്പോഴേക്കും ബൈ ബൈ.